ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. വളരെ കുറഞ്ഞ ചേരുവയിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത്. കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. കണ്ടല്ലേ, അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ കണ്ടല്ലേ. അപ്പോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കസ്റ്റാർഡ് പൗഡർ കേട്ടോ. ഇതിന് പകരം കോൺഫ്ലോർ വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല്, ഇത് തിളപ്പിച്ചാറിയ പാലാണ്, അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആ മുട്ടയുടെ മണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനിലയുടെ എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഇതിൽ നല്ലപോലെ ഒന്ന് മെൽറ്റായി കിട്ടണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ തീ കത്തിച്ചിട്ടില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് നേരിട്ട് ഒഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടും ഒഴിക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് പെട്ടെന്ന് കട്ടിയാവും കേട്ടോ. നമ്മളിത് നോക്കി ഒന്ന് കണ്ണ് തെറ്റിപ്പോയാൽ അപ്പോൾ ഇത് കട്ടിയാവും. അപ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പെട്ടെന്ന് തന്നെ ഇതുപോലെ കട്ടിയായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു പാകത്തിൽ വേണം കേട്ടോ കിട്ടാൻ. ഒരുപാട് കട്ടിയാവരുത്, ചെറിയൊരു ലൂസോട് കൂടിയിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മോൾഡിൽ നമ്മൾ ഒന്നും എന്താ പറയുക, ഓയിലോ മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നേരിട്ടിട്ട് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ മുഴുവനും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിത് ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെക്കുക. അപ്പോഴത്തേക്കും ഇത് നല്ല പോലെ സെറ്റായി കിട്ടുകയും ചെയ്യും. മുകൾ ഭാഗമൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഉള്ളിലെ എയറൊന്നും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണേ. 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മറിച്ച് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ പെട്ടെന്ന് ഇത് റിമൂവ് ആയിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പൗഡേർഡ് ഷുഗർ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഞാനൊന്ന് ഇട്ടുവെന്ന് മാത്രം. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് നമ്മളെ വേണ്ട വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കത്തിക്ക് വെക്കുമ്പോൾ കണ്ടില്ലേ, വളരെ സ്മൂത്തായിട്ട് കട്ടായിട്ട് കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. നമ്മളതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇതുപോലെയാണ്. നല്ല ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു സംഭവമാണ്, ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.